ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇതൊരു സെയിൽ വീഡിയോ അല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ നമുക്ക് ഓണം ഓഫറിനെ കുറിച്ചും സംസാരിക്കാം. ഓണം ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ ഓണം ഓഫേഴ്സ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതായത് നമ്മൾ കുറച്ച് പ്ലാൻസിനെല്ലാം വില കുറച്ചിട്ടിരുന്നു. അതുപോലെ ഒരു 2-3 പർച്ചേസിന് ഉള്ളതിനൊക്കെ ഫ്രീ പ്ലാന്റ് ഓഫർ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് 50 രൂപ പ്ലാൻസാണ്. നമ്മുടെ കയ്യിലുള്ള 120, 150 കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻസ് 50 രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന ഒരു ഓഫറാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ, അതായത് നമ്മുടെ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്ന പ്ലാൻസൊന്നും ഇപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നതല്ല. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നമ്മളിതിൻ്റെ ഒരുപാട് പ്ലാൻസ് ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മുടെ റോസ് പ്രേമികളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞതാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നു പോയിട്ടുള്ള പ്ലാൻസാണ്. ഇപ്പോൾ ഉള്ളത് നമുക്ക് കാർട്ടിലുണ്ട്. പിന്നെ പുതിയ സ്റ്റോക്ക് നമുക്ക് 2 ദിവസത്തിനകം വരുന്നുണ്ട്. എല്ലാം കാർട്ടിൽ ആഡ് ചെയ്യും. പുതിയ വീഡിയോസുമായി വരും. കോംബോസും അതുപോലെ ഗിഫ്റ്റ് പ്ലാന്റ് ഓഫറും ഒക്കെ ആയിട്ട് ഓണത്തിൻ്റെ ഓഫർ നമ്മൾ ഇനിയും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഗിഫ്റ്റ് പ്ലാന്റ് എന്തായിരിക്കണം എന്നൊക്കെയുള്ളത് നമുക്ക് സ്റ്റോക്ക് വന്നാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ മിക്കവാറും ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വരാനാണ് സാധ്യത. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് കഴിഞ്ഞ 1-1.5-2 വർഷത്തിനുള്ളിലായിട്ട് നമ്മളോട് കോൺടാക്റ്റുള്ള, നമ്മളോട് ഡീലിംഗ് ഉള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടല്ല, പുതുതായി വന്നു ചേർന്ന കുറേ അധികം പേരുണ്ട്. അവർക്കൊന്നും അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോസും അഡീനിയവുമാണ്. അത് ഏകദേശം ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളിയാണ്. ഹോം ഗാർഡനാണ്. നമുക്ക് നഴ്സറി ആയിട്ടില്ല. നിങ്ങൾക്ക് നേരിൽ വരണം എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക. വീട്ടിലോട്ട് വരാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ എല്ലാ കോളും അറ്റൻഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് വരാം. അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ റോസിനെ അടീനത്തെ സംബന്ധിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ കെയറിങ് വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ നിങ്ങളുടെ പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും അതിന് പരിഹാരത്തിനുമായിട്ട് നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. എന്നിലും അറിയാവുന്ന ഒരുപാടധികം ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ല നല്ല അഡ്വൈസസും ഒക്കെ ലഭിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം നമ്മളെക്കുറിച്ച് അറിയാൻ ആയിട്ട് പറ്റും. എന്നാൽ പുതുതായിട്ട് വന്നവർക്ക് അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ കയ്യിൽ നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ അത് വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാക്സിമം നമ്മൾ അയച്ചു തീർക്കും. അതായത് ഈ ആഴ്ച വരുന്ന ഓർഡറെല്ലാം അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അയച്ചു തീർക്കലാണ് പതിവ്. ചൊവ്വ, ബുധൻ, വ്യാഴമായിരുന്നു നമുക്ക് പാക്കിങ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെൻഡിങ് വരുന്നത് കൊണ്ട് നമ്മൾ തിങ്കൾ കൂടി, അതായത് ഔട്ട് ഓഫ് കേരള, അതുപോലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിൽ അയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിങ്കൾ കൂടി ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് അയക്കാൻ വൈകി എന്നൊരു പരാതി ഇതുവരെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കമൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല കേട്ടോ. എനിക്കങ്ങനെ അതിനുള്ള സമയവും ഇല്ല. കാരണം നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാത്തിനും കൂടിയുള്ള സമയം കിട്ടത്തില്ല. അതിനെക്കുറിച്ച് കൂടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓരോ ആഴ്ചയിലെയും ഓർഡർ നമ്മൾ അടുത്ത ആഴ്ചയിൽ തന്നെ അയച്ചു തീർക്കാറുണ്ട്. അടീനിയും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം കൂടി ഒരു ദിവസം ഒന്നിച്ചാണ് അയക്കാറുള്ളത്. അപ്പോൾ അടീന്യത്തിന് ഇനി ഏതെങ്കിലും കളർ കോഡ് ഏതെങ്കിലും മിസ്സിങ് ആണെങ്കിൽ നമ്മൾ ആളെ അറിയിച്ചിരിക്കും, നിങ്ങളുടെ പ്ലാൻസ് ഈ ആഴ്ച അയക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുപോലെ റോസിൻ്റെ ആയാലും എന്തെങ്കിലും കാരണത്താൽ നമുക്ക് അയക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അവരെ നമ്മൾ അറിയിക്കും. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ കൃത്യമായി അയച്ചു പോകുന്നുണ്ട്. അയക്കുന്ന മീഡിയം നമ്മൾ അഡീനിയം പോസ്റ്റ് വഴിയാണ് കൂടുതലും അയക്കാറുള്ളത്. അത് പിന്നെ DTDC വഴി വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരും. റോസ് നമ്മൾ ഫുൾ DTDC വഴി മാത്രമാണ് അയക്കാറുള്ളത്. പോസ്റ്റ് വഴി അയക്കാറുണ്ട്. ഇടയ്ക്ക് നമുക്ക് തീരെ പോയി വാങ്ങാൻ നിവൃത്തിയില്ല. അതായത് നമ്മൾ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, സൗകര്യമില്ല, പുറത്തേക്ക് പോകാൻ സൗകര്യമില്ല എന്ന് പറയുന്ന
കേസുകൾ മാത്രം നമ്മൾ എടുക്കാറുണ്ട്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുമുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ ഹാപ്പിയാണ്. കാരണം അവർക്കറിയാം ഈ പോസ്റ്റ് അയക്കാൻ വേണ്ടി നമുക്ക് DTDC ആകുമ്പോൾ നമുക്ക് വന്നെടുക്കും. നമുക്ക് പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പം ഒരു 2-3 ഒക്കെ ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ DTDCയിലോട്ട് കൺവേർട്ട് ചെയ്ത് വിടാറാണ് പതിവ്. തീരെ പറ്റാത്ത സാഹചര്യങ്ങൾ ഞാൻ ഒരെണ്ണമൊക്കെ ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി അയക്കാറുണ്ട്. അവർക്കൊക്കെ എന്നോടുള്ള ആ ഒരു സ്നേഹവും വിശ്വാസവും കൊണ്ട് തന്നെയാണ് അത് നിലനിന്ന് പോകുന്നത്. സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് അല്ല നമുക്കുള്ളത് എന്ന് നിങ്ങളെല്ലാവർക്കും, മിക്കവാറും ഭൂരിഭാഗം പേർക്കും അറിയാം. കാരണം ഞാൻ തന്നെയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. അഡ്രസ്സ് എഴുതിയെടുക്കുന്നതും അത് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങൾ എനിക്കൊരു ഓർഡർ തന്നു, ഇന്ന പ്ലാന്റിന് അല്ലെങ്കിൽ ഇത്ര കോംബോ നിങ്ങൾ ഓർഡർ തന്നു, ശേഷം നിങ്ങളെനിക്ക് പേ ചെയ്യുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നു. അപ്പോൾ ഞാനത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാനൊരു തമ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഞാനൊരു ഓക്കെ എന്നടിക്കാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അടിച്ചില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിരിക്കാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ടേൺ കൂടിയാണ് അവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നത്. കാരണം നമ്മൾ ഈ മാനുവലി എഴുതിയെടുക്കുകയാണ് ഈ അഡ്രസ്സ്. ഞാൻ പറഞ്ഞത്, ഈ അഡ്രസ്സ് എഴുതിയെടുക്കുന്നത് താഴെ നിന്നുള്ള ക്രമത്തിലാണ് ഞാൻ അഡ്രസ്സ് എഴുതാനിരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടേൺ പോകുന്നത്, നിങ്ങളൊരു മെസ്സേജ് ഇടുകയാണ്, ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നാണ് എൻ്റെ പ്ലാന്റ് അയക്കുന്നത്, ഈ രീതിയിലുള്ള എൻക്വയറീസ് വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ സർവീസിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ മാക്സിമം പിന്നീടൊരു മെസ്സേജ് ഇടാതെ ഇരുന്നാൽ, പിന്നെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളാണെങ്കിൽ മെസ്സേജ് ഇടാതെ പറ്റത്തില്ല. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. എന്നാണ് അയക്കുന്നത് അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ച് നിങ്ങളുടെ ടേൺ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ താഴേന്ന് അഡ്രസ്സ് എഴുതി വരുന്ന ക്രമത്തിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത ദിവസങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ചാറ്റ് ബോക്സ് മേളിൽ പോകുമ്പോൾ ആ അഡ്രസ്സ് എഴുതുന്ന പേജുകൾ മറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഓർഡർ പ്ലേസ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആയിക്കഴിഞ്ഞ ശേഷം പിന്നീട് മെസ്സേജസ് ഒന്നും ഇടാതിരിക്കുക. കാരണം എത്രയും വേഗം തന്നെ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണെങ്കിൽ അതും വേണ്ട. ഞാൻ പേര് സഹിതമാണ് നിങ്ങൾക്ക് നമ്പർ ഇട്ട് തരാറുള്ളത്. ആ നമ്പറിൽ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുള്ളതിൻ്റെ റെസിപ്റ്റ് അതിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് പേർ വളരെ സ്നേഹത്തോടു കൂടി അലേർട്ട് തരാൻ വേണ്ടിയിട്ട് മെസ്സേജസ് ഇടാറുണ്ട്. എൻ്റെ വീട് കണ്ണൂരാണ്, എനിക്ക് തിങ്കളോ ചൊവ്വയോ അയച്ചാൽ മാത്രമേ 3-ാമത്തെ ദിവസം അവിടെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത്. എല്ലാം പുതിയ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ അതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അയക്കാറുള്ളത്. നിങ്ങൾ അങ്ങനെ മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ സംഗതി തന്നെയാണ് സംഭവിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എടുക്കുന്ന ഓർഡറുകളെല്ലാം കറക്റ്റ് സമയത്തിനുള്ളിൽ അയച്ചു തീർക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു നടപടിക്രമത്തിന് നിങ്ങൾ തടയിടുകയാണ് ഇങ്ങനെ മെസ്സേജസ് അയക്കുന്നത് വഴി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി നമുക്ക് അയച്ചത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയാം. നിങ്ങളുടെ പ്ലാന്റ് തിങ്കൾ ടു വ്യാഴം വരുന്ന ആഴ്ച തിങ്കൾ ടു വ്യാഴം അയക്കുമെന്ന് ചിലപ്പോൾ ഞാനൊരു മെസ്സേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, തിങ്കൾ ടു വ്യാഴം ആയിരിക്കും എന്ന്. അപ്പോൾ ഈ തിങ്കൾ ടു വ്യാഴത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുന്നത്, അയച്ചോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അയച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചത് ശേഷം അന്നേ ദിവസം, തിങ്കളാണെങ്കിൽ തിങ്കൾ, അല്ലെങ്കിൽ വ്യാഴം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് ദിവസമാണെങ്കിലും 6 മണിക്ക് മുൻപിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങളും അലേർട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെസ്സേജ് ഇടുന്നത്. മൈനാഗപ്പള്ളി DTDC ആണ് നമ്മുടെ DTDC. അവിടുത്തെ ഇപ്പോഴുള്ള അവരുമായിട്ടുള്ള ഡീലിംഗ് വെച്ചിട്ട് നമുക്ക് സ്ലിപ്പ് അന്നൊന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ട്രാക്ക് ID കിട്ടാറുണ്ട്. എനിക്ക് ട്രാക്ക് ID ഞാൻ ഓരോരുത്തർക്കും ചോദിക്കുന്നവർക്ക് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഓരോരുത്തർക്കും, അതായത് അയക്കുന്ന എല്ലാവർക്കും ഈ ട്രാക്ക് ID ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ആർക്കാണോ അത്യാവശ്യമായിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഞാൻ ഈ ട്രാക്ക് ID കൊടുക്കാറുള്ളത്. അപ്പോൾ പലർക്കും ട്രാക്ക് IDയുടെ ആവശ്യമില്ല. പിറ്റേന്ന് കിട്ടും എന്നുറപ്പുള്ളവർ പിറ്റേന്ന് ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യുക.
ചിലപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ എനിക്ക് 1 മണിക്ക് തന്നെ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലർ വിളിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു 3 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ കഴിയും. കാരണം നാളെ തന്നെ കിട്ടണമെന്നില്ല, അതിൻ്റെ പിറ്റേന്നായാലും കിട്ടും. അപ്പോൾ ട്രാക്ക് ഐ ഡി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രാക്ക് ഐ ഡി ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. ചില ആൾക്കാർ എനിക്ക് രാവിലെ തൊട്ട് ചോദിച്ചു തുടങ്ങും, അയച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു തുടങ്ങാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് സമയം കളയുന്ന സംഗതികളാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ കിട്ടേണ്ട ദിവസത്തിൻ്റെ അന്നേ ദിവസം വൈകുന്നേരം ഒരു 3 മണി വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ട്രാക്ക് ഐ ഡി ചോദിച്ചാൽ നമുക്ക് ഇട്ട് തരാം. കാരണം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു നമുക്ക് മനസ്സിലാകും. പലരും പറയാറുണ്ട്, പ്ലാൻസ് അയച്ചിട്ടൊന്ന് പറയണേ എന്ന് ഒരുപാട് പേർ ഈയിടെയായിട്ട് പറയുന്നുണ്ട്. എല്ലാം പുതിയ കസ്റ്റമേഴ്സാണ്. നിങ്ങളുടെ അറിവിലേക്കാണ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കൂടി അലേർട്ടായിരിക്കണം എന്നാണ് ഇനി പറയാനുള്ളത്. ചിലർ നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ 5ാമത്തെ ദിവസമൊക്കെ വന്നിട്ട് ഇതുവരെ പ്ലാൻസ് കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ഈ അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഇട്ടത്? നിങ്ങൾക്ക് ഒന്നുകിൽ DTDCയിൽ നേരിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ട്രാക്ക് ഐ ഡി ഒന്നും ചോദിക്കാതിരുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. അതല്ല, നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കും. എല്ലാവരും അപ്ഡേഷൻ ചെയ്യണം എന്നില്ല. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ പിറ്റേന്ന് കിട്ടേണ്ടതാണ്. അതിൻ്റെ പിറ്റേന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ അറിയിച്ചാൽ മാത്രമാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പറയാതെ 7 ദിവസമൊക്കെ ആയിട്ട് എനിക്ക് പ്ലാന്റ് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം അത് വാടിക്കരിഞ്ഞ് കിട്ടുമ്പോൾ അത് നമുക്ക് കുറേ കുറ്റങ്ങളായിട്ട് വരാറുണ്ട്. അതും നമുക്ക് വിഷമമുണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. കാരണം ഈ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളത് കളക്ട് ചെയ്യുക. നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മുടെ പുതിയ ചില റോസ് പ്രേമികളുണ്ട്. അവർ ഓർഡർ ചെയ്തിട്ട് അവർക്ക് DTDC എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഞാനത് DTDC എവിടെയാണ് എത്തിയത്, എങ്ങനെയാണ് എത്തിയത്, എവിടെ എത്തിയെന്നറിയുമോ, പറഞ്ഞു തരുമോ, അവിടുത്തെ നമ്പർ തരുമോ, ഇതൊക്കെ ചോദിക്കുകയാണ് എന്നോട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളവിടെ എല്ലാവരോടും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുക DTDC എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്ഥലത്തുള്ള DTDC എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് നിങ്ങളുടെ പിൻകോഡ് തരിക. ഞാൻ ഇവിടുത്തെ DTDCയിൽ അന്വേഷിച്ചിട്ട് സമയം പോലെ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് അവിടെ DTDC ഉണ്ടോ, ആണെങ്കിൽ എവിടെയാണ്, ഏത് സ്ഥലത്താണുള്ളത് എന്നുള്ളത് ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് എനിക്കിപ്പോൾ എല്ലാ പേരോടും DTDC അറിയാമോ, നിങ്ങളുടെ DTDC അറിയാമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് DTDC വഴിയാണോ അയക്കുന്നത്. അവരോട് നമ്മൾ അതേന്ന് പറയും. അതുപോലെ ഓരോരുത്തരോടും നമ്മൾ DTDC വഴിയാണ് അയക്കുന്നത് എന്നും പറയാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ DTDC വഴിയാണ് റോസ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള DTDC ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിൻകോഡ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ബ്രാഞ്ച് ഉള്ളതെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അയച്ചു എന്ന മെസ്സേജും പിന്നെ ട്രാക്ക് ഐ ഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും തന്നു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലാൻസ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ DTDC, ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു DTDC ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ DTDCയെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ DTDCക്കാർ ഇങ്ങോട്ട് വിളിക്കും, എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ, എനിക്കിതുവരെ കോളൊന്നും വന്നില്ലല്ലോ, എനിക്ക് ഇത്രയും ദിവസമായിട്ടും കോൾ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ബാധിക്കുന്ന ആരെയാണ്? നമ്മുടെ വർക്കിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട സർവീസ് അവേഴ്സിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ DTDC അറിയുക. നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ DTDCക്കാർക്ക് അത് അത്യാവശ്യമുള്ളൊരു സംഗതിയല്ല. അവർക്കിനി എങ്ങനെ പോയിരുന്നാലും പ്രശ്നമില്ല. അത് അവിടെ കിടന്ന് നശിച്ചു പോയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാക്കറ്റ് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാക്ക് ഐ ഡി തരുന്നത്.
വിളി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ DTDസിലേക്ക് വിളിക്കുക. എന്നിട്ട് ഇന്ന ട്രാക്ക് ID കൊടുത്തിട്ട് എനിക്കിത് പ്ലാൻസ് അയച്ചിട്ടുണ്ട്, ഇതെവിടെ എത്തിയെന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി പലരും എന്നോടാണ് ചോദിക്കുന്നത്. ഞാനാണ് അതെല്ലാം എടുത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ DTDC നമ്മളോട് വളരെ കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓരോ വിളിക്കും അവർ മറുപടി പറയുകയും അതിനൊരു പരിഹാരങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെയും അവരുടെയും കൺട്രോളിലല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ പഴി കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. ചില കേസുകളുണ്ട് നമ്മുടെ DTDCയിൽ നിന്ന് അയച്ചിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് ബ്രാഞ്ചിൽ, അതായത് എത്തേണ്ട ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട്, അവിടെ ഔട്ട് ഫോർ ഡെലിവറി കിടപ്പുണ്ട്. എന്നിട്ടും നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്ലാൻസ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല, അതിൻ്റെ തലേ ദിവസം മറ്റൊരാൾ അയച്ചത് ഞങ്ങൾക്ക് കിട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജസും നമുക്ക് വരാറുണ്ട്. ഭയങ്കര വേദനാജനകമാണ്. പിന്നെ അതൊക്കെ കുറേ നമ്മുടെ ടൈം കുറേ കളയുന്ന കുറേ ആക്ടിവിറ്റീസാണ് അതൊക്കെ. ഇനി പലരുടെയും പ്ലാൻസ് ഒടിഞ്ഞു വരുന്നതും ചതഞ്ഞ് ചെല്ലുന്നതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതായത് DTDCയുടെ കാരണം കൊണ്ട്, ടെക്നിക്കലിയോ അല്ലാതെ അവരുടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വൈകി വരുന്ന പാക്കറ്റുകളോ അതല്ലെങ്കിൽ അവരുടെ എല്ലാ പാക്കറ്റുകളുടെ ഇടയിൽ കിടന്ന് മർദ്ദനമേറ്റ് ചതഞ്ഞ് വരുന്നതോ ആയിട്ടുള്ള പാക്കറ്റ്സിന് അങ്ങനത്തുള്ളതൊന്നും തന്നെ ഒരു DTDCയും കോമ്പൻസേറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പ്ലാന്റ് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ട് തരിക. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, പോട്ട് ചെയ്തോളൂ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. ഇനി അതല്ല, ബഡിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ബഡ് റോസ് ആണ്, അത് ബഡിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അടുത്ത പർച്ചേസിൽ നമുക്ക് ഈസിലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ അടുത്ത പർച്ചേസിൽ നമ്മൾ ആ പ്ലാന്റ്സ് തന്നെ വെച്ച് നിങ്ങൾക്ക് വിടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ചില പ്ലാൻസ് റെയർ ആയതും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത്ര റേറ്റ് ഉള്ളതുമൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരുടെയും തെറ്റ് അല്ലാത്ത കാരണം കൊണ്ട് രണ്ട് കൂട്ടരും സഹകരിച്ച് ആർക്കും ഹർട്ടിങ് അല്ലാത്ത രീതിയിൽ നമ്മളതിനൊരു സൊല്യൂഷൻ കാണുക തന്നെ ചെയ്യും. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ അങ്ങനത്തുള്ള വലിയ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ തുമ്പ് കൊടുത്താൽ പോലും പിടിപ്പിച്ചെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇത് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നെ തന്നത്. എല്ലാ പ്ലാൻസും, ഇനിയിപ്പോൾ ഏത് പ്ലാൻസ് പോയാലും നിങ്ങൾക്ക് പകരം ഞാനത് തരും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അത്ര വലിയ വിലയൊന്നും നമ്മൾ ഓരോ പ്ലാൻസിനും എടുക്കാറില്ല. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ നിന്നും പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവർക്ക് ആർക്കും തന്നെ മോശമായിട്ടൊരു അനുഭവമോ അല്ലെങ്കിൽ പറയാനൊരു വേദനിപ്പിക്കുന്ന ഒരു സംഗതിയോ ഒന്നും തന്നെ ഇതുവരെ ഇല്ല. നമ്മുടെ അനുഭവത്തിൽ അങ്ങനത്തെ ഉള്ളൊരു വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആരും സങ്കടപ്പെട്ട് നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടില്ല. നമ്മൾ പലപ്പോഴും ആ രീതിയിലാണ് പലരോടും നമ്മൾ ഡീല് ചെയ്യാറുള്ളത്. ഡൈബാക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ള പ്ലാൻസ് ഒന്നും തന്നെ നമ്മൾ അയക്കാറില്ല. പാക്കറ്റിൽ ഇരുന്ന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ അറിയിക്കാം. എന്ന് വെച്ചിട്ട് നേരം കളയുന്ന പോലത്തുള്ള ചില കംപ്ലയിൻസ് അല്ല, ചിലർ ഇങ്ങനെ വോയിസ് ഇടാറുണ്ട്, ഇലയില്ല, സ്കിന്ന് കറുത്തിരിക്കുന്നു, അതുപോലെ മുകളിലുള്ള കൊമ്പ് ഒടിഞ്ഞിട്ടാണുള്ളത്, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സ്കിൻ കറുത്തിരിക്കുന്നത് ചിലപ്പോൾ അത് മെച്ചുറായിട്ടുള്ളതിൻ്റെ കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന കറുപ്പാണ്, അത് ഡൈബാക്ക് അല്ല. അങ്ങനെയുള്ള പ്ലാൻസ് ഒന്നും നമ്മൾ അയക്കാറില്ല. അതുപോലെ ഒടിച്ച് കളയാനുള്ള വിഷമം കൊണ്ട് നമ്മൾ പ്ലാൻസ് വലിയ ബോക്സ് ആയി കഴിഞ്ഞാൽ CC കൂടുമെന്നുള്ളത് കൊണ്ടും നമ്മൾ ഈ ഒടിച്ച് കട്ട് ചെയ്ത് മാറ്റാതെ വളച്ച് വെക്കാറുണ്ട്. എങ്ങാണോ ആ കസ്റ്റമർക്ക് അതുപോലെ തന്നെ കിട്ടിയാൽ അതൊരു സന്തോഷമാണല്ലോ. ആ പൂ കാണുന്നതും ആ തളിരില കാണുന്നതും സന്തോഷമായതുകൊണ്ടാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ അത് DTDCയുടെ പ്രഹരം കൊണ്ട് ഒടിഞ്ഞു പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. അത് അവിടെ വെച്ച് താഴെ വെച്ച് കട്ട് ചെയ്താൽ മാത്രം തീരുന്ന വിഷയമേ ഉള്ളൂ. അതുവരെയും നമ്മളോട് സംസാരിച്ച് അത്ര സമയം കളയാനാണ്. അത് പുതിയവരാകട്ടെ പഴയവരാകട്ടെ പലരും അങ്ങനെ നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. അത് ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയുള്ളത് നീളം കട്ട് ചെയ്തിട്ട് വിടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കുറേയധികം സംസാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്, സമയം ലാഭിക്കാം. പിന്നെ നമ്മളോട് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വരുന്നവർക്ക് ചിലർക്ക് പ്ലാന്റിൻ്റെ പിക്കൊന്ന് അയക്കുമോ, പ്ലാന്റ് സൈസ് ഒന്ന് കാണിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വരാനുള്ള കാരണം ഇവർ മറ്റ് പലയിടത്തു നിന്നും വാങ്ങിയിട്ട് പല അബദ്ധങ്ങളും പറ്റിയിട്ടുള്ളവരാണ് നമ്മളോടങ്ങനെ പ്ലാന്റ് സൈസ് ചോദിക്കുന്നത്. അപ്പോൾ അത് കുറ്റം പറയുകയല്ല, അത്
ഒരു ആകാംക്ഷയുണ്ട്. ഇനി ഞാൻ ഓർഡർ ചെയ്യുന്ന ഇവിടുന്നും ഓർഡർ ചെയ്യുന്നതും ഇനി അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഒരു ഭീതി എല്ലാവർക്കും ഉണ്ടാകാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളോട് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ 1.5 വർഷമായിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്തിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ വലുതിനെ വലുതെന്നും ചെറുതിനെ ചെറുതെന്നും മീഡിയത്തെ മീഡിയം മാത്രം പറഞ്ഞിട്ടേ നമ്മൾ പ്ലാൻസ് അയക്കാറുള്ളൂ. അതുപോലെ പിടിച്ചു കിട്ടും എന്ന് തോന്നിക്കുന്ന ഒരു സ്റ്റെമ്മുള്ള ഒരു ചെടിയെങ്കിൽ മാത്രമേ നമ്മൾ 30 രൂപയ്ക്ക് പോലും വിടാറുള്ളൂ. ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഇത്രയുണ്ട് എന്ന് കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉള്ള ഒരാളല്ല ഞാൻ. അത് എന്നോട് സഹകരിക്കുന്നവർക്കറിയാം. ഞാനത് ചോദിക്കാതെ പോലും പലർക്കും പ്ലാന്റ് സൈസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനുള്ളൊരു സാഹചര്യത്തിലായിരിക്കത്തില്ല നമ്മളുള്ളത്. നമുക്ക് കുറേ അധികം ഓർഡറുകൾ വന്നിട്ട് നമുക്കതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം. അങ്ങനത്തുള്ള ദിവസങ്ങളിലായിരിക്കാം ഒരു പക്ഷേ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻ സൈസ് ഇട്ട് കാണിച്ചു കൊടുത്ത് അത് ബോധ്യപ്പെടുത്തി നമുക്ക് അങ്ങനെ ഓർഡർ എടുക്കുക എന്നുള്ള സംഭവം അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ചെറുതിനെ ചെറുത് എന്നും വലുതിനെ വലുതെന്നും മീഡിയത്തെ മീഡിയം എന്നും പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അത്രയും തന്നെ വിലയുമേ നമ്മൾ എടുക്കാറുമുള്ളൂ. അപ്പോൾ അതൊരു റെയർ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ റെയറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിന് ഇത്ര സ്റ്റെമ്മേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് 2 സ്റ്റെമ്മേ ഉള്ളൂ, പക്ഷേ ഇത്ര രൂപയാകും, ഓക്കെ ആണെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ സൈസ് ഇട്ട് കാണിക്കാറുണ്ട്. അതാരും പറഞ്ഞിട്ടല്ല, അത് കാണിക്കേണ്ട ബാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ അതുപോലെ നമ്മുടെ ഡിയർ റോസ് ആകട്ടെ, അതുപോലെ റെയറായിട്ടുള്ള ഏതെങ്കിലും വെറൈറ്റികൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്, ഇതാണ് പ്ലാന്റ്, അപ്പോൾ ഇത്രയുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ 40 രൂപ 30 രൂപയുടെയൊക്കെ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് സൈസ് ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുന്നത് അവരുടെ മനോവികാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് 30 രൂപയുടെ മാത്രം പ്ലാൻസ് അല്ല ഉള്ളത്. 30, 40, 80, 100, 120, അതേപോലെ 150, 200, 250, 300, 350 അങ്ങനെ പല റേറ്റ് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുത് എന്ന് പറഞ്ഞ് ഞാൻ മോശപ്പെടുത്തുകയല്ല, 30 എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചെറുതാണ്, വളരെ ചെറുതാണ്, തീരെ ചെറുതാണ് എന്നെല്ലാം ഞാൻ പറയാറുണ്ട്. ഓക്കെ ആണ് എന്ന് പറയുന്നവർക്ക് മാത്രമാണ് നമ്മളത് നമ്പർ ഇട്ട് കൊടുത്ത് അവർ പേ ചെയ്ത് ഓർഡർ ആക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ അയക്കുന്ന പ്ലാൻസ് ചെറുതാണെങ്കിൽ ചെറുതെന്ന് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് അയക്കൂ. അല്ലെങ്കിൽ ഇത്ര സ്റ്റെമ്മേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മേ ഉള്ളൂ, അല്ലെങ്കിൽ ഇലയില്ല എന്നെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അയക്കാറുള്ളൂ. ഇൻ കേസ് എനിക്ക് ഒരു ഫോട്ടോ ഇട്ട് തരാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ചിലരുണ്ട്, നമുക്ക് പ്ലാൻസ് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, നമ്മൾ എന്താണ് അയക്കുന്നതെന്ന് നല്ല ബോധ്യമുള്ളവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയും പ്ലാൻ സൈസ് ഒന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ആ പരിചയം കൊണ്ട് നമ്മൾ പ്ലാൻ സൈസ് ഇട്ട് കൊടുക്കാറുണ്ട്, സമയം അനുസരിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും സംസാരിച്ചതിന് ശേഷം അവർ ശരി മാറ്റി വെക്കണേ പറഞ്ഞിട്ട് പോവും. ചിലപ്പോൾ പിറ്റേ ദിവസം അവർ പേ ചെയ്യും. പേ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വന്നിട്ട് അത് ഓൺ റൂട്ടാണോ, അല്ലെങ്കിൽ അത് ഇങ്ങനത്തുള്ളതാണോ, അത് ഇന്ന സവിശേഷതയുള്ളതാണോ എന്ന് ചോദിച്ച് ഇവർ ഈ മെസ്സേജസ് വീണ്ടും വീണ്ടും മേളിലോട്ട് പോവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ സമയങ്ങളിങ്ങനെ കളയുകയും ചെയ്യും. എന്നിട്ടിത് എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ഒരു മെസ്സേജ് വരും, അത് അവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണുള്ളത്, ആ ഇല അവിടെ 2 എണ്ണം മഞ്ഞ നിറത്തിലാണുള്ളത്. ഇതിപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നതുണ്ട്, അത് നമ്മൾ അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സമയം കളയുന്ന അങ്ങനെ ചിലരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ബെറ്റർ നിങ്ങൾ മറ്റൊരാളെ സെലക്ട് ചെയ്യുക, അവിടുന്ന് പ്ലാൻസ് വാങ്ങുക. നമുക്ക് ഇതിനപ്പുറം നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി പറയുന്നത് നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുന്നതിനെക്കുറിച്ചാണ്. മാറ്റി വയ്ക്കാൻ പറ്റും. മാക്സിമം ഒരാഴ്ച വരെയൊക്കെ നമ്മളൊരു കസ്റ്റമറുടെ സൗകര്യത്തെ മാനിച്ച് നമ്മൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, നമുക്കങ്ങനെ സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ഡീലിംഗ് വെച്ചിട്ട് നമുക്ക് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നോട് പറയുകയാണ്, ഹാദിയ ഇതൊന്ന് മാറ്റി വയ്ക്കണേ, എനിക്കൊരു 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട്, മാക്സിമം പോയാൽ ഒരു 2 ആഴ്ച വരെ
പ്ലാൻസ് നമുക്ക് മാറ്റി വയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത് അത്രയും അത്യാവശ്യമുള്ള സന്ദർഭമാണെങ്കിൽ. എന്നാൽ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ആയിരിക്കും, നമ്മളോടൊരു ആഴ്ച മാറ്റി വയ്ക്കാൻ പറയും. പിന്നെ അത് ഒരു 2 ആഴ്ചയാവും. പിന്നെ പറയും ഞാൻ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ സ്ഥലത്തുണ്ടാകത്തില്ല, പിന്നെ അയക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് അയച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് 2 മാസം വരെയൊക്കെ ഞാൻ ചില പ്ലാൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്ലാൻസ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകളുണ്ടാവത്തില്ല. ഇവിടുത്തെ മഴയും മറ്റു കാര്യങ്ങളും കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. എനിക്കിതല്ലാതെ അയക്കുക വേറെ നിർവാഹമില്ല. അത് ഞാൻ ഇത് തന്നെ അയച്ചു കൊടുക്കും. ഞാൻ പറയും ഇന്ന പ്രശ്നങ്ങളാണ്, ഓക്കെ കുഴപ്പമില്ല ആദ്യം അയച്ചോളൂ എന്ന് പറയും. പക്ഷേ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ അവർക്ക് വലിയ വിഷമമായിരിക്കും. പക്ഷേ ആ വിഷമത്തിനെ അത് നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആ പ്ലാൻസിന് അത്ര കണ്ടൊരു മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ചിലരുണ്ട് പ്ലാൻസ് മാറ്റി വെച്ചിട്ട് അത് അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ചില അതുകൊണ്ട്, എന്നാൽ പ്ലാൻസ് വേണം എന്നുള്ള ഇഷ്ടം കൊണ്ട് എന്നെ കൊണ്ട് മാറ്റി വെപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. അവർക്ക് ആ പ്ലാൻസ് കിട്ടുമ്പോൾ അവരെന്നോട് സ്നേഹമാണ് അറിയിച്ചിട്ടുള്ളത്. ഹാദിയ, ഞാൻ ബുദ്ധിമുട്ടിച്ചു, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, നമുക്ക് 2 കൂട്ടർക്കും ഉണ്ടാകുന്ന ബന്ധത്തിലുള്ള ഉറപ്പ്, ഇതൊന്നും ഈ പ്ലാൻസ് കാണുമ്പോഴോ ഇതിങ്ങനെയാണോ ഉള്ളത്, ഇതിങ്ങനെ അല്ലല്ലോ, ഇതിങ്ങനെയാണോ, ഇത് അത്ര രൂപ ഞാൻ അടച്ചത്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടും നമ്മളിനി ആർക്കും പ്ലാൻസ് മാറ്റി വയ്ക്കുന്നില്ല. മാക്സിമം പോയാൽ നമ്മളൊരു 10 ദിവസം, അതിനപ്പുറത്തേക്ക് നിങ്ങളാരും എന്നോട് ആവശ്യപ്പെടരുത് പ്ലാൻസ് മാറ്റി വയ്ക്കണം എന്നുള്ളത്. അതല്ല, ഞാനിത് മാറ്റി വയ്ക്കുക, ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ, ഇതിനുണ്ടാകുന്ന കോസ്റ്റ് ഞാൻ വഹിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് അതിന് പുതിയ മുളകളും തളിർപ്പുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ചേഞ്ച് ആവും. അതുപോലെ അതിൻ്റെ ഉണ്ടാകുന്ന കോസ്റ്റും നമ്മൾ അതിനകത്ത് ഈടാക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒന്നുകിൽ ഈ പ്ലാന്റ് വിറ്റ് പോകാതെ വിലയ്ക്ക്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു വിഷയം. പിന്നെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട്, അതായത് ദൂരെ കൂടുതലാണ്, ഒരു പ്ലാന്റ് മാത്രം അയക്കുമ്പോൾ എനിക്കത് നഷ്ടമാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയിൽ തന്നെയാണ്. എല്ലാവരെയും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയും ചെയ്യുന്നിടത്തു നിന്നാണ് നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരെണ്ണം മാറ്റി വെക്കുന്നത് റെയർ പ്ലാന്റ് ആയിരിക്കും, അത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാറ്റി വയ്ക്കും. അത് മാറ്റി വെച്ചിട്ട് വേറെണ്ണം ഉണ്ടാകുന്നത് വരെ, അടുത്തത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഹോം ഗാർഡനാണ് നടത്തുന്നതെങ്കിൽ പോലും നമുക്ക് ബൾക്കായിട്ടാണ് പർച്ചേസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സംഗതി നമ്മളോട് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യവും ഞാനിവിടെ പറഞ്ഞത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓർഡർ ചെയ്താൽ ഒരു ചെടി ഇവിടെ ഇരുന്ന് മുരടിച്ച് നശിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ നമ്മളതെടുത്ത് റിപ്പോർട്ട് ചെയ്ത് വേറെ ഒരാൾക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളൊരു സംഗതി മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആർക്കും ഇനി ഒരു ഉറപ്പും കൊടുക്കുന്നില്ല നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കും എന്നുള്ളത്. നമ്മുടെ മുന്നിലൊരു ചെടി നശിച്ചു പോകുന്നത് കാണാൻ നമുക്ക് ഇനി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് നന്നാക്കി അയച്ചു കൊടുത്തതും മോശമാണെന്ന് പറഞ്ഞ അനുഭവം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടാനായിട്ട് പ്ലാൻസ് റിപ്പോർട്ട് ചെയ്താലും ഒരു പരിധിയിൽ കൂടുതൽ നാൾ നമ്മളിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഇല കൊഴിയുന്നത് പോലെ ആ ചെടികൾക്കും ഇല കൊഴിയും. അപ്പോൾ പിന്നെ അത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ തന്ന വില അത്രയല്ല, ഇത് നല്ല ചെടിക്കുള്ള വിലയാണ് തന്നത്, എനിക്കത് അത് കാണുന്നവർക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇനിയുള്ളത് ചെറിയ ചെടികളെക്കുറിച്ചാണ്. വിലക്കുറവ് കണ്ട് പലരും ചെറിയ ചെടികൾ, ചെറിയ കോമ്പോ ഇതൊക്കെ നോക്കിയിരുന്ന് വാങ്ങും. എനിക്ക് അവരോട് പറയാനുള്ളത്, ഫസ്റ്റ് നിങ്ങളൊരു 2-3 പ്ലാന്റ് മിനിമം CCക്ക് വാങ്ങിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോംബോ ഓർഡർ ചെയ്യുക. അതല്ല, ചെറിയ ചെടികൾ നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുക. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇത് വിലക്കുറവാണല്ലോ, ഇത് നല്ല ഓഫറാണല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ആ ചെടിയെയും ചെടി തരുന്ന ആളെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ എല്ലാം ഉണങ്ങിപ്പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി, അതിൽ മണ്ണുണ്ടായിരുന്നില്ല, ഇതൊക്കെയാണ് പലരും കാരണങ്ങൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ ഇതേ പ്ലാൻസ് തന്നെയാണ്
എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്, എല്ലാവരും പിടിപ്പിച്ചെടുക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. അത് അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരുടേതും ഉണങ്ങിപ്പോകണം. അപ്പോൾ എനിക്ക് വരുന്ന റിവ്യൂസ് അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലരുടെയും പല രീതികൾ കൊണ്ടും, അല്ലെങ്കിൽ ചിലർക്ക് ചെറിയ ചെടികൾ പറ്റുന്നില്ല. വലിയ ചെടികൾ വാങ്ങുക. നിങ്ങളൊരു 4 ചെറിയ ചെടി വാങ്ങുന്ന പൈസ കൊടുത്തിട്ട് ഒരു വലിയ ചെടി വാങ്ങി നിങ്ങൾ വെച്ച് നോക്കുക. നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബെറ്റർ അതൊക്കെയാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. വിലക്കുറവ് കണ്ടിട്ട് ചെറിയ ചെടി എടുത്ത് വാങ്ങി വീണ്ടും വാങ്ങി വീണ്ടും നശിച്ചു പോകുന്നു. എന്നിട്ട് ആ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ചെടികളൊക്കെ എനിക്ക് നശിച്ചു പോവുകയാണ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികളാണ്. നിങ്ങൾക്ക് ചെറിയ ചെടികളാണോ വലിയ ചെടികളാണോ ഏതാണോ കംഫർട്ട് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ഒരു മാറ്റം ഉണ്ടാകും. ചെറിയ ചെടികൾ ഇങ്ങനെ വിലക്കുറവ് കണ്ടിട്ട് എനിക്ക് ചെറുത് മതി എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് എല്ലാം നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുണ്ട് എനിക്ക് കസ്റ്റമേഴ്സ്. ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ചെറിയ ചെടികളുടെ കൊമ്പൊടിഞ്ഞു പോയിട്ട് അതും കുത്തിപ്പിടിപ്പിച്ച് അടുത്ത ചെടിയാക്കി എടുത്ത ഒരുപാട് മിടുക്കത്തികളുണ്ട്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ വരെ എത്തി നിൽക്കുന്നത്. പിന്നെയുള്ളത് സംശയങ്ങൾ ചോദിച്ചു വരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ എനിക്കുണ്ട്. അവർക്കെല്ലാം സമയം പോലെ ഞാൻ മറുപടി പറയാറുമുണ്ട്. അവരിൽ ചിലരെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ സംശയ നിവൃത്തി വരുത്തുന്നുണ്ട്. വളരെ സന്തോഷം. ഒരു പരിധിവരെ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളൊരു സന്തോഷം, അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ അവർക്ക് അതിനനുസരിച്ച് മറുപടി കൊടുക്കാറുണ്ട്. അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉള്ളൊരു സംഗതിയല്ല. എൻ്റെ സമയത്തിനനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അവരെല്ലാവരും തന്നെ. അവരാരും തന്നെ എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചതായിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുപോലെ ഈ മേൽപ്പറഞ്ഞ സംഗതികളിലൊന്നും പെടാത്ത, അതായത് ഈ പരാതികളോ കമൻസോ യൂട്യൂബിലൊരു കമൻസോ അതല്ലെങ്കിൽ ഡിമാൻഡ്സോ ഒന്നുമില്ലാത്ത, അതായത് പ്ലാൻസ് കാണണ്ട അങ്ങനെയൊക്കെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പറ്റം ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട്. അതിൽ ഉദ്യോഗസ്ഥകളായ സ്ത്രീകളുണ്ട്, എന്നെക്കാളും ഇളയ അനിയത്തിമാരുണ്ട്, എന്നോളം പ്രായമുള്ളവരുണ്ട്, എന്നിലെ മുതിർന്നവരുണ്ട്, അമ്മമാരുണ്ട്, മുത്തശ്ശിമാരുണ്ട്. അതുപോലെ ജെൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ എൻ്റെ പ്രായത്തിലുള്ളവരും എന്നിലുള്ള അനിയന്മാരും എന്നിൽ മുതിർന്നവരും, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല പോസ്റ്റിൽ നിന്നും വർക്ക് ചെയ്ത് റിട്ടയറായ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ഒരുപാട് അച്ഛന്മാരും വാപ്പമാരും ഒക്കെ എനിക്ക് എൻ്റെ കസ്റ്റമർ ശൃംഖലയിലുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ എൻ്റെ കൂടെ വന്ന് ചേർന്നിട്ടുള്ള ഇവരെല്ലാവരും തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്നിപ്പോൾ സംസാരിക്കുന്നത്. ഈ പറയപ്പെട്ട എല്ലാവരും കാരണമാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ പുതുതായി വന്ന് ചേർന്ന പലരും അറിയാനിടയായത്. അതുപോലെ നമ്മുടെ പ്ലാൻസിൽ വിശ്വസിച്ച് നമ്മുടെ ജിപേയിൽ പൈസ ഇട്ട് അഡ്രസ്സും ഇട്ടിട്ട് എൻ്റെ ഒരു റിപ്ലൈ പോലും ഇല്ലാതിരുന്നാലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുടെ അകപഴിഞ്ഞ ഒരു സഹകരണവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ സാധിച്ചത്. ഇന്ന് നിങ്ങളെ കണ്ട പൂക്കളെല്ലാം തന്നെ എനിക്ക് തമിഴ്നാട് ആ ഒരു കുഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് തരാൻ കഴിഞ്ഞത് എല്ലാം തന്നെ നിങ്ങൾ ഇതുവരെ തന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പുതുതായിട്ട് വന്ന് ചേർന്നവർക്കും, പിന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ചിലരാൽ ഉണ്ടായിരുന്ന ചില വിഷമങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടുമാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാലോ കൂട്ടിയാലോ കൂടുന്ന കാര്യങ്ങളല്ല DTDC. അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊരു ചെടി എടുക്കുന്നതും അയക്കുന്നതും അതവിടെ എത്തുന്നതും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഒരാൾ മാത്രമല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള, അതായത് എനിക്ക് നിശബ്ദരായിട്ട് എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ എന്നോട് സംസാരിച്ചും എന്നോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ഒരു നന്ദിയും സ്നേഹവും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങളുടെ എല്ലാ പേരുടെയും, ഇപ്പോൾ വന്നവരുടെയും നേരത്തെ ഉണ്ടായിരുന്നവർ ചിലർ എൻ്റെ അടുത്ത് വരാതിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് പ്ലാൻസ് വളർത്തൽ നിർത്തിയവർ, അതല്ലെങ്കിൽ വാങ്ങുന്നത് വീട്ടിൽ പ്രശ്നമായവർ, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട്, പിന്നെ റോസ് പിടിച്ച് കിട്ടുന്നില്ല, തോറ്റ് പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എന്നോട് പ്ലാൻസ് വാങ്ങാതിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞാൻ
ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ മനസ്സെത്തുന്നിടത്ത് എൻ്റെ മെസ്സേജ് എത്തുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും എന്നോടുള്ള വിശ്വാസവും സഹകരണവും നിങ്ങളുടെ താങ്ങും എപ്പോഴും ഇനിയും മുന്നോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഓണത്തിനേക്കായിട്ടുള്ള കുറച്ച് ഓണം ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസുമായിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത്. പുതിയ പ്ലാൻസ് എല്ലാം വന്നിട്ട് എന്താണ് നമുക്ക് ഓണത്തിന് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ഏത് പ്ലാന്റാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഞാൻ വീണ്ടും വരാം. അതുപോലെ അടീനിയം വാങ്ങുന്നവർ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടീനിയം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളിൽ പലരും സ്റ്റോക്ക് ഔട്ടായ ശേഷമാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്, ഹാദിയ അത് പറഞ്ഞില്ലല്ലോ, അതുകൂടെ പറയാനുണ്ട്, ഹാദിയ അത് പറഞ്ഞില്ലല്ലോ എന്ന്. എനിക്കത് എല്ലാവരോടും പറയുക എന്നുള്ളത് ചിലപ്പോൾ അത് പ്രാവർത്തികമാകില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് ഓരോരുത്തരെയും എനിക്ക് ഓർമ്മ വരത്തില്ല. കാരണം എല്ലാവരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞേൽപ്പിക്കുന്ന കാര്യം തന്നെയായിരിക്കും മറ്റൊരാൾ എന്നോട് പറഞ്ഞേൽപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസാക്ഷിയോടൊരു നീതി പുലർത്തേണ്ടത് കൊണ്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ഇടാനാണ് സാധിക്കുന്നത്. അപ്പോൾ ആരാണോ എനിക്ക് മെസ്സേജ് ആദ്യം അയക്കുന്നത് അവർക്ക് ഞാൻ ആ പ്ലാന്റ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ റെയറായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഡിയർ റോസസൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോസ് ഫോളോ ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയിട്ടിരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പലരും അത് ചെയ്യുന്നില്ല തോന്നുന്നു. അതുപോലെ കെയറിങ് വീഡിയോസ് ഉണ്ട്, അത് മസ്റ്റായിട്ട് കാണുക. പുതുതായിട്ട് വന്നവരും കാണുക. കെയറിങ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഞാനത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും വലിച്ചു നീട്ടുന്നില്ല. പറയണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരുടെയും പൂക്കളും ചെടികളും ഒക്കെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും സ്നേഹപൂർവ്വം ഹാദിയ.